കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവജന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കിപ്രകാരം ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവജന പഠനത്തിനായി കടന്നൊരു ദൈവം നമ്മെ സഹായിച്ചു. കഴിഞ്ഞ നാളിൽ നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് ദൈവം തക്ക സമയത്ത് മറുപടി തന്നു. വീണ്ടും മറുപടി തരുവാൻ ദൈവം ശക്തനാകാൻ സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം പഠിച്ച് തീർത്തു. അതിനകത്ത് നമ്മൾ കണ്ടത് വലിയ ഒരു സാമ്രാജ്യത്തിൻ്റെ അന്ത്യവും ആ രാജ്യത്തിലെ ശക്തനായ രാജാവിൻ്റെ അന്ത്യവുമാണ് കണ്ടത്. ആർക്കും എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ ആരോട് ചോദിക്കുവാൻ, ആർക്കും ഞങ്ങളെ തൊടുവാൻ കഴിയത്തില്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കും, അധികാരം ഞങ്ങളുടെ കയ്യിലുണ്ട്, സകലവും ഞങ്ങളുടെ കൈവശമാണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ഒരു സുപ്രഭാതത്തിൽ അവൻ കുടിച്ച് തിമിർത്ത് രാജ്യത്തിലെ അനേകം ആളുകളെ കൂട്ടിച്ചേർത്ത് വിരുന്ന് നടത്തുമ്പോൾ ദൈവത്തിൻ്റെ കരം അവിടെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഞാൻ നിന്റെ നാളുകളെ കൗണ്ട് ഡൗൺ ചെയ്തിരിക്കുന്നു, എണ്ണിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ രാത്രിയിൽ തന്നെ ബേൽശസ്സർ കൊല്ലപ്പെട്ടു. അവൻ്റെ രാജ്യത്ത് ഒരുപാട് ആളുകൾ, മന്ത്രവാദികളും ശകുനവാദികളും കൽദേയക്കാരൊക്കെ ഉണ്ടായിട്ട് അവർക്കാർക്കും എഴുത്തു വായിക്കാനോ അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുവാനോ കഴിവില്ലാതിരുന്നപ്പോൾ ദാനിയേലിനെ പ്രത്യേകമായി വിളിച്ചു വരുത്തി ധാരാളം ഓഫറുകൾ കൊടുത്ത് അവനിലൂടെ അത് വായിപ്പിച്ച് അതിൻ്റെ അർത്ഥം അവനെ കേൾപ്പിച്ചു. ദാനിയേലിനെ മൂന്നാമനായി വാഴിച്ചു. അധിക നാൾ അത് തുടർന്നില്ല. അതിനു മുൻപ് തന്നെ ലോകത്തെ കെടുകിട വിറപ്പിച്ച ലോക സാമ്രാജ്യങ്ങൾ പിടിച്ചെടുത്ത് ശക്തിയേറിയതിൽ കൊണ്ടുവന്ന ബാബിലോൺ സാമ്രാജ്യം അന്ന് രാത്രിയിൽ അസ്തമിച്ചു. ആരും എന്നെ തൊടുകയില്ല, ആ നിലയിൽ കോട്ട ഭദ്രമാണ് ചിന്തിച്ചിരുന്ന ബേൽശസ്സർ ആ രാത്രിയിൽ കൊല്ലപ്പെട്ടു. ഇതിലൂടെ നമ്മൾ പഠിച്ചത്, ദൈവം അനുവദിച്ചാൽ ആർക്കും ഒരു സുരക്ഷിതത്വമില്ല. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു, ദൈവം വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. അതുകൊണ്ട് മാനുഷികമാവുന്ന കാവലുകളും മാനുഷിക പണികളെല്ലാം അസ്തമിച്ചുമ്പോൾ ദൈവം പണിയുന്നെങ്കിൽ മാത്രമേ പണി നിലനിൽക്കത്തുള്ളൂ, ആ പണി പൂർത്തീകരിക്കത്തുള്ളൂ. ആ രാത്രിയിൽ കൊല്ലപ്പെടുന്നു. അങ്ങനെ എന്നേക്കുമാകുന്ന നിലയിൽ ബാബിലോൺ സാമ്രാജ്യം അസ്തമിക്കുന്നു. നമ്മൾ ഇന്ന് രാത്രിയിൽ ചിന്തിക്കാൻ പോകുന്ന 6-ാം അധ്യായത്തിലാണ്. 6-ാം അധ്യായം ആരംഭിക്കുമ്പോൾ മറ്റൊരു സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മേദ്യ പേർഷ്യ എന്ന് പറയുന്ന സാമ്രാജ്യം അധികാരത്തിൽ വരുന്നു. പുതിയ രാജാവാകുന്ന ദാര്യാവേശ് അധികാരത്തിൽ വരുന്നു. അങ്ങനെ ദാര്യാവേശിൻ്റെ നേതൃത്വത്തിൽ മേദ്യ പേർഷ്യ എന്ന് പറയുന്ന സാമ്രാജ്യം അധികാരത്തിൽ വരുന്നു. ലോകത്തിലെ നെബൂഖദ്നേസർ കണ്ട രണ്ടാമത്തെ സാമ്രാജ്യം ലോകത്തിൽ നിലവിൽ വന്നു. നമുക്കതിൻ്റെ 1 മുതൽ 3 വരെ വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന്
രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും നിയമിപ്പാൻ ദാര്യാവേശിന് ഇഷ്ടം തോന്നി. ഈ മൂവരിൽ ദാനിയേൽ ഒരുവനായിരുന്നു. രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിന് പ്രധാന ദേശാധിപതികൾ ഇവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നത് കൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടനായി വിളങ്ങി. രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരിയാക്കുവാൻ വിചാരിച്ചു. ഓക്കെ, ദാര്യാവേശ് രാജാവ് അധികാരത്തിൽ വന്നു. വരുമ്പോൾ ബേൽഷസ്സർ ഓൾറെഡി രാജ്യത്തെ മൂന്നാമനായി അപ്പോയിന്റ് ചെയ്തു ദാനിയേലിനെ. എന്നാൽ ദാര്യാവേശ് അധികാരത്തിൽ വന്നപ്പോൾ 120 പ്രധാന ദേശാധിപതികളെ അപ്പോയിന്റ് ചെയ്തു. അവർക്കെല്ലാം മീതെ 3 പ്രധാന അധ്യക്ഷന്മാരെ അപ്പോയിന്റ് ചെയ്തു. അതിലൊരാളായിരുന്നു ദാനിയേൽ. ദാര്യാവേശിന് നേരിട്ടുള്ള ഭരണത്തിന് കീഴിലുള്ള ഈ സാമ്രാജ്യത്തിൻ്റെ ഭരണ സൗകര്യത്തിനായി അത് നന്നായി ഫങ്ഷൻ ചെയ്യേണ്ടതിന് വേണ്ടിയാണ് ഈ നിലയിലുള്ളൊരു ക്രമീകരണത്തിലേക്ക് ചെയ്തത്. ആ 3 പേരിൽ ഒരാളായിരുന്നു ദാനിയേൽ. ദാനിയേൽ തൻ്റെ ജോലിയിലും തൻ്റെ ജീവിതത്തിലും ദാനിയേലിന് നല്ല മനോഭാവം ഉണ്ടായിരുന്നു. അവൻ ഉത്കൃഷ്ട മാനസനായിരുന്നു. അവനെ ഏൽപ്പിച്ചതിൽ വളരെ വിശ്വസ്തയോടെ അവൻ കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് രാജാവ് അവനോട് ഇഷ്ടം തോന്നിയിട്ട് അതിൽ വെച്ച് ഏറ്റവും പ്രധാനിയായി അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപന്മാരിലും വിശിഷ്ടമായി വിളങ്ങി. അവനെ രാജാവ് സർവ രാജ്യത്തിനും അധികാരിയാകാൻ വിചാരിച്ചു. മറ്റുള്ള നേതാക്കന്മാരെക്കാൾ ദാനിയേൽ വിളങ്ങി. തന്നിമിത്തം മറ്റുള്ള ആളുകൾക്ക് ഇവനോട് ഹൃദയത്തിൻ്റെ അകത്തൊരു പകയുണ്ടായി, അസൂയ. ആ അസൂയ നിമിത്തമുണ്ടായ കാര്യങ്ങളാണ് ഈ 6-ാം അധ്യായത്തിൽ ഉടനീളം കാണാൻ കഴിയുന്നത്. അസൂയ ഒരു വലിയ രോഗമാണ് വാസ്തവത്തിൽ. അസൂയയും പക കൊണ്ടും അത് വർദ്ധിച്ചു കഴിഞ്ഞാൽ അതെന്നും ഒരു കൊലപാതകത്തിലും ഒരു ആക്രമണത്തിലും കൊണ്ടെത്തിക്കത്തേയുള്ളൂ. ഇവരിൽ പകയും അസൂയയും വർദ്ധിച്ചത് കൊണ്ട് ദാനിയേലിനെ ആക്രമിക്കാനുള്ളതായ ക്രമീകരണത്തിലേക്കുള്ള ക്രമീകരണങ്ങൾ ചിന്തിക്കുന്നു. അതിനാവശ്യമായിരിക്കുന്ന പദ്ധതികൾ തയ്യാറാക്കുന്നു. ആ നിലയിലേക്ക് മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ ഇവരിലുണ്ടായ പകയാണ് അതിന് കാരണം. അപ്പോൾ ഹൃദയത്തിനകത്തുണ്ടാകുന്ന പകയായാലും കൊള്ളാം, അസൂയായാലും അതൊരു വ്യക്തിയെ ആക്രമണത്തിന് വേണ്ടി പ്രേരിപ്പിക്കപ്പെടുന്നു. അവനൊരു കൊലപാതകനായും ദുർനടപ്പുകാരനായും അവൻ ലോകത്തിൽ ശേഷിക്കുന്നു. ലോകത്തിലെ ആദ്യത്തെ സഹോദരന്മാരായിരുന്ന കയീനും ഹാബേലും, കയീനിലുണ്ടായ അസൂയ, കയീനിലുണ്ടായ പകയാണ് ഒരു വലിയ ദുരന്തത്തിലേക്ക് ആ കുടുംബത്തെ വലിച്ചിഴച്ചത്. അതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത കൊലപാതകത്തിലേക്ക് കയീൻ നയിക്കപ്പെട്ടു. ഇതൊരു നല്ല മനോഭാവമല്ല. ജീവിതത്തിൽ ഇങ്ങനെ അസൂയയും പകയും ഉണ്ടായാൽ നാം നിശ്ചയമായി ചിന്തിക്കണം, ഇത് നമ്മെ നശിപ്പിക്കുകയല്ലാതെ ഇതൊരിക്കലും നമ്മെ രക്ഷപ്പെടുത്തുകയില്ല. ചിലരെ ആത്മീയ ലോകത്തിലും കാണാം ഇതുപോലെ അസൂയ.
എനിക്ക് നന്നായി പ്രാർത്ഥിക്കണം, അവരെക്കാൾ ഒരു സ്റ്റെപ്പോട് അധികം പ്രാർത്ഥിക്കണം, അവരെക്കാൾ അധികമായി എനിക്ക് മുൻപോട്ട് വരണം, അവരുടെ മക്കൾ ഇങ്ങനെ ആയെങ്കിൽ എനിക്ക് അതിനേക്കാൾ ഒരു സ്റ്റെപ്പോട് മുമ്പോട്ട് പോകണം. അപ്പം അസൂയ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. പരസ്പരം അസൂയയാണ്, പകയാണ്. മറ്റൊരാൾ ക്ഷീണിച്ച് കിടക്കുന്ന ഒരാൾ നന്നാകാൻ പാടില്ല. അവൻ ഏതെങ്കിലും വിധത്തിൽ വളർന്നു വരുമ്പോൾ അവൻ്റെ വളർച്ചയിൽ സന്തോഷിക്കേണ്ടതിന് പകരം അവൻ്റെ വളർച്ചയിൽ അസൂയപ്പെടുന്ന ഒരു സമൂഹത്തെയാണ് ഇന്ന് കാണുവാൻ കഴിയുന്നത്. വേദോസം പറയുന്നത് സ്വസ്നേഹികളായി മാറ്റപ്പെടുകയാണ്. സ്വന്തമായ കാര്യങ്ങൾ സ്വന്തമായിരിക്കുന്നത്, എനിക്ക് മാത്രമേ ഇതെല്ലാം ആകാവൂ, മറ്റാർക്കും ഇത് കൂടാ എന്നുള്ള ചിന്താഗതികൾ ആത്മീയ ലോകത്തിലുള്ളത് കൊണ്ട് ഈ പ്രാരംഭ നിമിഷത്തിൽ ഓർപ്പിക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ അസൂയ ഉണ്ടാകാൻ പാടില്ല. പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായി, പിതാവായി, സഹോദരന്മാരായി, ദൈവവചനം പഠിക്കുന്ന, ദൈവത്തിനു പ്രയോജനപ്പെടുന്ന നാം ഓരോരുത്തരും മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുന്നവരും അവരോട് ചേർന്ന് ദൈവത്തിന് നന്ദി കൊടുക്കുന്നവരും ആയിരിക്കണം. അല്ലാതെ അവരുടെ വളർച്ചയിലും ദൈവം അവർക്ക് കൊടുക്കുന്നതായ സന്തോഷത്തിലും നമ്മൾ പകവെച്ചും അസൂയപ്പെട്ടും മുൻപോട്ട് പോയാൽ നമ്മൾ തകരുകയല്ലാതെ നമുക്കൊരിക്കലും രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. നമ്മൾ ആരെയും നോക്കി അസൂയപ്പെടുന്നു, അവർക്കൊന്നും സംഭവിക്കത്തില്ല. പക്ഷെ അസൂയപ്പെടുന്ന നമ്മൾ ഓരോ ദിവസം കഴിയുന്നതോറും ക്ഷീണിച്ചു കൊണ്ടിരിക്കും. നമ്മൾ ആത്മീയമായി ക്ഷീണിക്കും, സന്തോഷമില്ലാത്തവരായി മാറും, സമാധാനമില്ലാത്തവരായി മാറും. നമുക്കെപ്പോഴും ഒരു അഗ്രസീവ് ആകുന്ന ഒരു അനുഭവങ്ങളിലേക്ക് നമ്മൾ നീങ്ങും. അതുകൊണ്ട് അത് വരാതിരിപ്പാൻ നാം എപ്പോഴും സൂക്ഷിക്കുക. ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, അസൂയുള്ള ഹൃദയം എനിക്ക് തരല്ലേ, പകയുള്ളൊരു ഹൃദയം എനിക്ക് തരല്ലേ, മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുവാൻ, അത് നല്ലതായി കാണുവാൻ ഉള്ള കൃപ എനിക്ക് തരണമെന്ന് നമ്മുടെ ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കിനി 4 മുതൽ 9 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. 4-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെ. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. അപ്പോൾ ആ പുരുഷന്മാർ, നാം ഈ ദാനിയേലിന്റെ നേരെ അവന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജാവിന്റെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്ന് ഉണർത്തിച്ചതെന്തെന്നാൽ, ദാര്യാവേശ് രാജാവ് ദീർഘായുസായിട്ടിരിക്കട്ടെ, രാജാവേ, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയുമെന്നൊരു രാജനിയമം നിശ്ചയിക്കുകയും ഖണ്ഡിതമായ ഒരു വിരോധം കൽപ്പിക്കുകയും ചെയ്യണമെന്ന് രാജ്യത്തിലെ സകല അധ്യക്ഷന്മാർക്കും സ്ഥാനാപതികൾക്കും പ്രധാന ദേശാധിപന്മാർക്കും മന്ത്രിമാരും ദേശാധിപന്മാരും കൂടി ആലോചിച്ചിരിക്കുന്നു. ആകയാൽ രാജാവേ, മേദ്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം മാറ്റം വരാത്തവണ്ണം ആ വിരോധന കൽപ്പന ഉറപ്പിച്ച് രേഖ എഴുതിക്കണമേ. അങ്ങനെ ദാര്യാവേശ് രാജാവ് രേഖയും വിരോധന കൽപ്പയും എഴുതിച്ചു. ഓക്കെ, അവർക്ക് ഒരു തെറ്റോ കുറ്റമോ ദാനിയേൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇവിടെ വായിക്കുന്ന അതാ
കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. ദാനിയേൽ വളരെ വിശ്വസ്തനായൊരു മനുഷ്യനായിരുന്നു. അവൻ്റെ പ്രവൃത്തികളിലോ സ്വഭാവത്തിലോ അവൻ്റെ മനോഭാവത്തിലോ ഒന്നും ഒരു തെറ്റും പോരായ്മകളും അന്വേഷിച്ചാൽ കണ്ടെത്തുവാൻ കഴിയാത്ത നിലയിൽ അവൻ്റെ വഴിയിൽ അവൻ വിശ്വസ്തനായിരുന്നു. നമ്മൾ ഏകദേശം ദാനിയേൽ ചരിത്രം പരിശോധിക്കുക, ഏകദേശം 50-ൽ പരം വർഷം ഒരു പൊതുവേദികളിൽ പൊതുപ്രവർത്തകനായി നിന്ന ദാനിയേൽ ഒരു തെറ്റും അവനിൽ കണ്ടെത്തിയില്ല. ഏകദേശം 50-ൽ പരം വർഷം അങ്ങനെ ജീവിച്ചു എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. അഴിമതികളില്ലാതെ കൂടെ ജോലി ചെയ്യുന്നവരിൽ ഒരാരോപണങ്ങളും ഉന്നയിക്കാൻ കഴിയാത്ത നിലയിൽ ദാനിയേൽ ഉത്കൃഷ്ടനായിരുന്നു. ഈ ഭാഗം എടുത്തെടുത്ത് പറയുന്നു, അവൻ വിശ്വസ്തനായിരുന്നു. ദാനിയേലിന്റെ ശത്രുക്കൾക്ക് അവൻ്റെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കി, എവിടെയെങ്കിലും ഒരു തുരുമ്പും കിട്ടി അവനെ ആക്രമിക്കുവാൻ ശ്രമിച്ചു നോക്കുമ്പോൾ അവർക്കൊന്നും കിട്ടുന്നില്ല. അതിലെന്തെങ്കിലും അതിലൂടെ ഒന്ന് കെട്ടിച്ചമച്ചുണ്ടാക്കിയെടുക്കാൻ നോക്കിയിട്ടും അവരെ കൊണ്ടൊന്നും കിട്ടുന്നില്ല. വലിയ സത്യസന്ധനുള്ള മനുഷ്യനായിരുന്നു. തൻ്റെ ഔദ്യോഗികമാകുന്ന ജീവിതത്തിലെ പെരുമാറ്റത്തിൽ ദാനിയേൽ കുറ്റമറ്റവനായിരുന്നു എന്ന് വ്യക്തമായി ഈ ആക്രമിക്കാൻ വരുന്നവർക്കും അറിയാം. ഈ രണ്ടുപേർ മാത്രമല്ല, മറ്റ് പ്രധാനപതികൾക്കൊക്കെ അറിയാം ദാനിയേൽ ഒരു തെറ്റും കണ്ടുപിടിക്കാൻ സാധ്യമല്ല. നോക്കണം, ഭക്തനായ ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ വിശ്വസ്തനായിരുന്നു. തന്നെ നിയമിച്ചാക്കിയതിൽ വിശ്വസ്തനായിരുന്നു. എടുത്തവൻ പറയുന്ന അന്യജാതിക്കാരെടുത്തു പറ, അവന് വിശ്വസ്തനായിരുന്നു. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ക്രിസ്തയേശുവിൽ ഭക്തിയോട് ജീവിക്കുന്നവർക്ക് ഉപദ്രവമുണ്ടാകും. നമ്മൾ ചിന്തിക്കല്ല, ഭക്തിയോട് ജീവിക്കുന്നവർക്ക് ഉപദ്രവമില്ല, ഉണ്ട്. ഏത് വിധേനയും അവരുടെ മേൽ കുറ്റങ്ങൾ ചാർത്തി കുറ്റങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അവരെ പുറകോട്ട് തള്ളുവാൻ, അവരായിരിക്കുന്ന ആത്മീയ മണ്ഡലത്തിൽ നിന്നും അവരെ താഴെ ഇടുവാൻ പല നിലകളിലൂടെ പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ദൈവവചനം വളരെ ആവർത്തിച്ച് പറയുന്നുണ്ട്, ക്രിസ്തയേശുവിൽ ഭക്തിയോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപദ്രവമുണ്ട്. അവരെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയും. അവരുടെ മേൽ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കും. അതുകൊണ്ട് വചനം ഇങ്ങനെ, നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ സന്തോഷിപ്പീൻ, നിങ്ങളുടെ പ്രതിഫലം വലുതാകുന്നു. അതുകൊണ്ട് നമ്മെക്കുറിച്ച് ആരെങ്കിലും നാം ചെയ്യാത്ത കുറ്റങ്ങളും മറ്റ് നമ്മുടെ മേൽ ആരോപിച്ച് നമ്മെ നാണം കെടുത്തുവാൻ, നമ്മളെ താഴ്ത്തിക്കെട്ടുവാൻ, നമ്മളെ സമൂഹത്തിൽ നാണം കെടുത്തുവാൻ, നമ്മളെ ഏത് വിധേനയും ഒന്ന് മുദ്ര കുത്തുവാൻ ശ്രമിക്കുമ്പോൾ എന്നെ കേൾക്കുന്നവർ ഓർത്തുകൊള്ളണം, മൗനമായിരിക്കുക. ഇതിന് നടുവിൽ സ്തോത്രം പറഞ്ഞ് സന്തോഷിക്കുക. നമുക്കൊരു വലിയ പ്രതിഫലം നമുക്കുണ്ട്. നോക്കണം, ദാനിയേലിന്റെ ജീവിതത്തിൽ താൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. പക്ഷെ തൻ്റെ ജീവിതത്തിൽ ഈ നിലയിലുള്ളതായ കാര്യങ്ങളെ വരുന്നത്. ഈ മനുഷ്യർക്ക് ദാനിയേലിനെ നന്നായിട്ട് അറിയാമായിരുന്നു. അവനെ തിന്മയിൽ കൊടുക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാമായിരുന്നു. ഈ മനുഷ്യർക്ക് ദാനിയേലിനെ അറിയുന്നത് പോലെ തന്നെ അറിയുക മാത്രമല്ല,
അവനെ ഒരു വിധത്തിലും ഒരു തിന്മയിൽ കൊണ്ട് കൊടുക്കുവാൻ കഴിയത്തില്ലെന്ന് അവർക്കറിയാമായിരുന്നു. എങ്ങനെല്ലാം പോയാലും ശരി, ദാനിയേൽ ദൈവത്തോട് സന്നിധിയിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് അവർക്കൊരു വിധത്തിലും തൊടുവാൻ കഴിഞ്ഞിട്ടില്ല. അവർ പറയുന്നൊരു സാക്ഷ്യമാണ്. ഇത് ദാനിയേലിനെ കുറിച്ച് പറയുന്നൊരു സാക്ഷ്യമാണ്. ആരെ സാക്ഷ്യമാ? ശത്രുക്കളുടെ സാക്ഷ്യം. നോക്കണം, അന്യരാജ്യത്തെ പ്രവാസത്തിൽ പാർക്കുന്ന ദാനിയേൽ വളരെ വിശ്വസ്തനായി കാര്യങ്ങൾ ചെയ്തപ്പോൾ ശത്രുക്കൾ അവനിൽ കുറ്റം കണ്ടുപിടുത്താൻ എത്ര ശ്രമിച്ചിട്ടും നടക്കാൻ കഴിയാത്ത നിലയിൽ അവർ തന്നെ പറയുന്നു, അവൻ വിശ്വസ്തനാണ്, അവനൊരു കുറ്റവും കണ്ടുപിടിക്കാൻ കഴിയത്തില്ല എന്ന്. എനിക്ക് ദൈവജനത്തോട് ഞാൻ പറയട്ടെ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മുടെ കൂടെ പാർക്കുന്നവർ, നമ്മുടെ കൂടെയുള്ള സൊസൈറ്റിയിൽ പാർക്കുന്നവർ നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയണം, ഒരു തെറ്റും അവനിൽ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല, വിശ്വസ്തനാണ് എന്ന് പറയണം. ദൈവമക്കളാകും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സാക്ഷ്യം മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയണം. നമ്മെക്കുറിച്ച് പറയുകയല്ല, നമ്മെക്കുറിച്ച് മറ്റുള്ളവർ പറയണം. എന്തെല്ലാം ആരോപണങ്ങൾ വന്നാലും അവർ പറയണം, അവരിലൊരു തെറ്റും കാണുവാൻ കഴിയത്തില്ല എന്ന്. ഈ നിലയിലുള്ളതായ സാക്ഷ്യങ്ങൾ പ്രാപിച്ചു മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ ദാനിയേലിനെതിരെ ഒന്ന് നോക്കിയിട്ടൊക്കുന്നില്ല. അടുത്തവർ കണ്ടുപിടിക്കാൻ പോകുന്നത് റിലീജിയസ് പരമായി, അവർ തൊഴിൽപരമായി പല നിലകളിൽ നോക്കിയിട്ട് തെറ്റ് കണ്ടുപിടിക്കാൻ കഴിയാതെ വന്നപ്പോൾ അടുത്ത് കണ്ടെത്തിയൊരു മാർഗമാണ് മതപരമായിട്ട് ആത്മീയമായിട്ട് ഉള്ള ആ ഒരു ലെവലിൽ അവന് തെറ്റ് കണ്ടുപിടിക്കുക. അവർക്ക് മനസ്സിലായി, ഇനി ദൈവത്തിൻ്റെ പേരും പറഞ്ഞിട്ട് അവനിൽ കുറ്റം കണ്ടെത്തി അവനെ അവർ പ്രതീക്ഷിക്കുന്നതിൽ ഉപദ്രവിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അവർ കണ്ടെത്തിയ മാർഗം ആത്മീയമാകുന്ന നിലയിലേക്ക് അവർ നീങ്ങുകയാണ്. അവർ രാജാവിനെ സമീപിച്ചിട്ട് പറഞ്ഞു, രാജാവേ, അങ്ങ് ഉന്നതനാണ്, ഉയർന്നവനാണ് എല്ലാം പറഞ്ഞിട്ട് 30 ദിവസം നിന്നോടല്ലാതെ മറ്റാരോടെങ്കിലോ ഏതെങ്കിലും ദൈവത്തോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷിക്കുകയാണെങ്കിൽ അവനെ സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്തിടണം. ദാനിയേലിന്റെ ശത്രുക്കൾ ദാനിയേലിനെ അറിയാവുന്ന പോലെ തന്നെ അവർ ദാര്യാവേശിനെ മനസ്സിലാക്കി. അതിനകത്ത് 2 കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു. ഒന്ന്, ദാനിയേലിനെ കൊടുക്കുവാൻ ഭൗതികമാകുന്ന നിലകളിൽ ഒന്നും നോക്കാതെ വന്നപ്പോൾ അവർ കണ്ടെത്തിയ മാർഗം ആത്മീകമാകുന്ന റിലീജിയസ് പരമാകുന്ന നിലയിൽ അവനെ അറ്റാക്ക് ചെയ്യാം. ഇനി രാജാവിനെ സന്തോഷിപ്പിക്കണമെങ്കിലും ഈ നിലയിലൂടെ ഒരു കാര്യം പറഞ്ഞാൽ രാജാവിന് സന്തോഷമായി. നോക്കണം, അവർ കണ്ടെത്തിയ മാർഗമാണ്. അപ്പൊ രാജാവിന് സന്തോഷമായി. രാജാവിന് സന്തോഷമാകുമ്പോൾ രാജാവ് ഇവർ പ്രതീക്ഷിക്കുന്ന നിലയിൽ കാര്യങ്ങൾ നീങ്ങും. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന പോലെ ദാനിയേലിന്റെ ജീവിതത്തിൽ കുറ്റം കണ്ടുപിടിച്ച് ദാനിയേലിനെ ആക്രമിക്കാൻ കഴിയും. നമ്മൾ ഈ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു കാലഘട്ടവും ഏകദേശം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനിത്വത്തെ തച്ചുടയ്ക്കുവാൻ പല നിലകളിലും നോക്കിയിട്ട് നടക്കുന്നില്ല. ദൈവമക്കളെ ഉപദ്രവിക്കുവാൻ ഒന്നും നടക്കാതെ വന്നപ്പോൾ ആത്മീയമാകുന്ന വിഷയം പറഞ്ഞ് ജനത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവരെ ഉപദ്രവിക്കുന്ന അനുഭവങ്ങളിലേക്കാണ് ഈ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദാര്യാവേശനോട് പറയാണ്, തിരുമേനിയോടല്ലാതെ മറ്റാരോടും 30 ദിവസത്തേക്ക് പ്രാർത്ഥിക്കാൻ പാടില്ല.
ദാര്യാവേശ് കേട്ടപ്പോൾ ദാര്യാവേശിന്റെ അഭിമാനത്തെയും കുറെ കൂടെ താൻ ചിന്തിച്ചോ, എത്ര നല്ലതാണ് കാര്യം. ഏകീകൃതമാകുന്ന രാജ്യത്തിനായിട്ടുള്ള രാജാവിൻ്റെ ആഗ്രഹം, അതിലേക്ക് ആകർഷിക്കുവാൻ കഴിയുമെന്ന് ഇവർക്ക് നന്നായി മനസ്സിലാക്കി. രാജ്യത്തെല്ലായിടം വിളമ്പുമ്പോൾ ഈ ജനങ്ങൾ മുഴുവൻ രാജാവിനെ ദൈവമായി കാണുന്നു, രാജാവിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുന്നു, രാജാവിനെ നമസ്കരിക്കുന്നു. പൊതുവെ ആ കാലഘട്ടങ്ങളിൽ രാജാക്കന്മാരെ ദൈവങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് കണ്ടിരുന്നത്. ആ നിലയിലുള്ളതായ ക്രമീകരണത്തിലാണ് ജനത്തെ അവർ ഭരിച്ചുകൊണ്ടിരുന്നത്. രാജാക്കന്മാരെല്ലാം ആ രാജ്യത്തിലെ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. ദൈവം സംസാരിക്കുന്ന പോലെയാണ് രാജാവ് പറയുന്ന വാക്കുകൾ. രാജാവിൻ്റെ കൽപ്പനകൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പോലെയാണ്. രാജാവിൻ്റെ നിയമങ്ങൾ ദൈവിക കൽപ്പനകൾ പോലെയാണ്. അത് അവർക്കറിയാമായിരുന്നു. ആ നിലയിൽ അവർ പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഇനി ഒരു നിയമം കൽപ്പിച്ചു. അങ്ങനെ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവന് സിംഹങ്ങളുടെ കുഴിയിൽ ഇട്ട് കളയണം എന്നൊരു രാജകീയ നിയമം നിശ്ചയിക്കുകയും ഖണ്ഡിതമായ ആ ഒരു വിരോധം കൽപ്പിക്കുകയും ചെയ്യണമെന്ന് രാജ്യത്തിലെ സകല അധ്യക്ഷന്മാരും സ്ഥാനാപതികളും പ്രധാന ദേശാധിപന്മാരും മന്ത്രവാദികളും ദേശാധിപന്മാരും കൂടി ആലോചിച്ചിരിക്കുന്നു. 8-ാമത്തെ വാക്യത്തെ വായിക്കുന്നു. മേദ്യരുടെയും പേർഷ്യയുടെയും നീക്കം വരാത്ത നിയമപ്രകാരം മാറ്റം വരാതെ വണ്ണം ആ വിരോധ കൽപ്പന ഉറപ്പിച്ച് രേഖ എഴുതിക്കണം. അങ്ങനെ രേഖ എഴുതിച്ചു. അവിടെ വായിക്കുന്നു, നീക്കം വരാത്ത നിയമപ്രകാരം, മാറ്റം വരാൻ പാടില്ല. മേദ്യരുടെയും പേർഷ്യയുടെയും നിയമപ്രകാരം ഒരു വിധത്തിലും ഈ രേഖയ്ക്ക് മാറ്റം വരല്ലേ. 30 ദിവസം തിരുമേനിയോടല്ല വേറൊരാളും പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെ പ്രാർത്ഥിക്കുന്ന കണ്ടാൽ അവനെ സിംഹയുടെ ഗുഹയിൽ ഇട്ട് കളയണം. അങ്ങനെ നിയമം എഴുതി ഉണ്ടാക്കി താഴോട്ട് വായിക്കുന്നുണ്ട്. അതിന്മേൽ മുദ്ര പതിപ്പിച്ചു. ഇനി ഒരു വിധത്തിലും അതിന് മാറ്റം വരുത്തുവാൻ കഴിയത്തില്ല. മേദ്യപേർഷ്യയുടെ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്, ഒരു രാജാവ് ഔപചാരികമായി അല്ലെങ്കിൽ ഔദ്യോഗികമായി ഒപ്പുവെച്ച ഒരു കൽപ്പന സ്ഥാപിക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതായി നിർബന്ധിതമായിരുന്നതിനാൽ രാജാവിന് പോലും ആ രേഖ മാറ്റാൻ കഴിയത്തില്ലായിരുന്നു. രാജാവിൻ്റെ നേതൃത്വത്തിൽ എഴുതപ്പെട്ട ആ കൽപ്പനകൾ രാജാവിന് പോലും മാറ്റി എഴുതുവാൻ സാധ്യമല്ലാത്ത നിലയിൽ ഒരിക്കൽ എഴുതിയത് അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. അത് മാറ്റാൻ വരുത്താൻ കഴിയത്തില്ല. ഇത് മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിൽ സ്ഥാപിതമായ ഒരു തത്വമായിരുന്നത്. ഒരു മേദ്യ പേർഷ്യൻ രാജാവിൻ്റെ കൽപ്പനകൾ ഒരു വിധത്തിലും മാറ്റം വരുത്താത്തതായിരുന്നു, മാറ്റത്തിലായിരുന്നു. കാരണം രാജാക്കന്മാർ ദൈവങ്ങളെ പ്രതിനിധീകരിച്ചിരുന്നു. അവർ ദൈവങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതായി കരുതപ്പെട്ടിരുന്നു. അവർക്ക് ഒരിക്കലും ഒരു തെറ്റും പറ്റുവാൻ സാധ്യതയില്ല. അതിനാൽ ഒരിക്കലും അവരുടെ മനസ്സ് മാറ്റേണ്ടതില്ല എന്ന് അവർ വിശ്വസിച്ചിരുന്നു. രാജാക്കന്മാരുടെ മനസ്സൊരിക്കലും മാറത്തില്ല. കാരണം അവർ ദൈവങ്ങളാണ്. അതുകൊണ്ട് അവർ എഴുതിയ കൽപ്പനകൾ ഒരിക്കലും മാറത്തില്ല. ആ നിലയിലാണ് അവിടുത്തെ ആളുകൾ രാജകീയ കൽപ്പനകളെ കണ്ടിരുന്നത്.
അത് മനസ്സിലാക്കിയിട്ടാണ് ഈ രണ്ട് അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതി കൂടി ആലോചിച്ച് ഒരു രേഖ എഴുതി ഉണ്ടാക്കി രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. വേദോസിക്കുന്ന അഭിഷക്തന്മാർക്ക് വേണ്ടി ഗൂഢാലോചന നടത്തുന്നതിനെ കുറിച്ച് സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്. അധിപതികൾ തമ്മിൽ കൂടി ആലോചിച്ചു, അഭിഷക്തന്മാർക്ക് വിരോധമായി സംസാരിച്ചു. നോക്കണം, പാവം ദാനിയേൽ ഇതൊന്നും അറിയുന്നില്ല. ദാനിയേലിന് വിരോധമായി ഒന്ന് കണ്ടുപിടിച്ചെടുത്ത് കൊണ്ടുവന്നു ഇത്രയും പേരുടെ സപ്പോർട്ടോടുകൂടെ ഒരു രേഖ എഴുതി ഉണ്ടാക്കി. ആ കൽപ്പനകൾ ഒരിക്കലും മാറ്റം വരുത്താത്തതാണ്. രാജാവ് വിചാരിച്ചാൽ പോലും അതിന് മാറ്റം വരുത്താൻ കഴിയത്തില്ല. രാജാവ് അങ്ങനെ മാറ്റിയാൽ അദ്ദേഹത്തിൻ്റെ ദൈവത്വം നഷ്ടപ്പെടും, ആരും അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് എല്ലാവരും അംഗീകരിപ്പാൻ ഒരിക്കൽ പറഞ്ഞത് പറഞ്ഞു, അതൊരിക്കലും മാറ്റം വരുത്തത്തില്ല. അതാണ് ആ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ നീക്കം വരാത്ത രാജകീയ നിയമം എന്ന് പറയുകയാണ്. കാരണം ഒരു വിധത്തിൽ അത് നീക്കാൻ കഴിയത്തില്ല. ഇനി 10 മുതൽ 15 വാക്യങ്ങൾ വായിച്ചു. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരിക്കുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ട് വന്ന് ദാനിയേൽ തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ടു. ഉടനെ അവർ രാജസന്നിധിയിൽ ചെന്ന് രാജാവിന്റെ വിരോധന കൽപ്പനയെക്കുറിച്ച് സംസാരിച്ചു. രാജാവേ, 30 ദിവസത്തേക്ക് തിരുമേനിയോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ അപേക്ഷ കഴിക്കുന്ന ഏതു മനുഷ്യനെയും സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയും എന്നിങ്ങനെ ഒരു കൽപ്പന എഴുതിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. അതിന് രാജാവ് മേദ്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം ആ കാര്യം ഉറപ്പ് തന്നെ എന്ന് ഉത്തരം കൽപ്പിച്ചു. അതിന് അവർ രാജസന്നിധിയിൽ, രാജാവേ, യഹൂദാ പ്രവാസികളിൽ ഒരുത്തനായ ദാനിയേൽ തിരുമേനിയോടാകട്ടെ തിരുമനസ്സുകൊണ്ട് എഴുതിച്ച വിരോധന കൽപ്പനയാകട്ടെ കൂട്ടാക്കാതെ ദിവസം 3 പ്രാവശ്യം അപേക്ഷ കഴിച്ചു വരുന്നു എന്ന് ഉണർത്തിച്ചു. മതിയോ പാസ്റ്റർ? 15 വാക്യം കൂടെ. രാജാവ് ആ വാക്ക് കേട്ടപ്പോൾ അത്യന്തം വ്യസനിച്ചു. ദാനിയേലിനെ രക്ഷിപ്പാൻ മനസ്സുവെച്ച് അവനെ രക്ഷിപ്പാൻ സൂര്യൻ അസ്തമിക്കുവോളം പ്രയത്നം ചെയ്തു. എന്നാൽ ആ പുരുഷന്മാർ രാജാവിന്റെ അടുക്കൽ ബന്ധപ്പെട്ട് ചെന്ന്, രാജാവേ, രാജാവ് ഉറപ്പിക്കുന്ന ഒരു വിരോധന കൽപ്പനയോ നിയമമോ മാറ്റിക്കൂടാ എന്നിങ്ങനെയാകുന്നു മേദ്യരുടെയും പാർസികളുടെയും നിയമമെന്ന് ബോധ്യമായിരിക്കണം എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. ഓക്കെ, നോക്കണം, അവിടെ വായിക്കുന്ന നീക്കം വരാത്ത മേദ്യരുടെയും പാർശ്വരുടെയും നിയമം എന്നാണ് വായിക്കുന്നത്. നീക്കം വരുത്താൻ കഴിയത്തില്ല, രാജാവ് വിചാരിച്ചപ്പോൾ ഒക്കത്തില്ല. ഇവിടെ ഈ രേഖ എഴുതി ഉണ്ടാക്കി അതിൽ രാജാവ് ഒപ്പിട്ടു എന്നറിഞ്ഞു. ദാനിയേൽ അറിഞ്ഞു. ദാനിയേൽ വിശ്വസ്തയുടെ ഒരു പരീക്ഷണത്തെ വാസ്തവത്തിൽ അഭിമുഖീകരിക്കുകയാണ്. ഒരു പരീക്ഷണ ഘട്ടമാണിത്. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്ന കാര്യം, നെബൂഖദ്നേസർ രാജാവ് നിർത്തി ബിംബത്തെ നമസ്കരിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ആയിരക്കണക്കിന് ആളുകൾ കൂടിയിട്ട് ഇവരെ ഒന്നും അവിടെ ആടെ നേൽ വന്നില്ല. അവിടെ മാറി നിന്ന് യഹൂദ ബാലന്മാരുടെ നേർക്കായിരുന്നു ഇവരെ കണ്ണു മൊത്തം. അവരത് വണങ്ങുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. ഇവിടെ നോക്കണം, ആരെല്ലാം ഉണ്ട്, അതൊന്നും അവർക്ക് പ്രശ്നമല്ല. ദാനിയേലിനെ അത് ചുറ്റിപ്പറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കണം, എത്ര ഭയങ്കരമായിരിക്കുന്നു.
ഇപ്പോൾ വിശ്വസ്തതയുടെ ഒരു പരീക്ഷണത്തിലേക്ക്, ഒരു ചലഞ്ചസ് അഭിമുഖീകരിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഭാഗം ഞാൻ പഠിച്ചു വന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന് ഓടിച്ചെന്താ, അവൻ തന്നെ രാജാവിൻ്റെ ഒരു വിശ്വസ്തനായ ഒരു പൗരനാണ്. രാജാവിനോടുള്ള ബന്ധത്തിൽ, സാമ്രാജ്യത്തോടുള്ള ബന്ധത്തിൽ വിശ്വസ്തനായ ഒരു പൗരനാണ്. എന്നാൽ അവന് മനസ്സിലായൊരു വസ്തുത, ഈ രാജാവിനേക്കാൾ രാജാതി രാജാവായ ദൈവം അവൻ്റെ മുമ്പിൽ ഈ രാജാവിനോട് ഞാൻ കാണിക്കുന്ന വിശ്വസ്തതയേക്കാൾ ഉയർന്ന നിലയിലെ വിശ്വസ്തത കാണിക്കണമെന്ന് ദാവീദിന് ഉത്തമ ബോധ്യം വന്നു. രാജാവിനും രാജ്യത്തോട് ഞാൻ വിശ്വസ്തനാണ്. ആ രാജാവിനേക്കാൾ ഉയർന്ന രാജാതി രാജാവും കർത്താതി കർത്താവുമാകുന്ന ദൈവത്തിന് മുമ്പാകെ രാജാവിനോട് കാണിക്കുന്ന വിശ്വസ്തതയേക്കാൾ ഉയർന്ന നിലയിൽ ഞാൻ വിശ്വസ്ത കാണിക്കണമെന്നും ഞാൻ അങ്ങനെ കാണിക്കുവാൻ ദൈവം യോഗ്യനാണെന്നും ദാനിയേൽ നന്നായി മനസ്സിലാക്കി. ഞാൻ വിശ്വസ്തനായിരിക്കേണ്ട, എൻ്റെ വിശ്വസ്തത ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. എൻ്റെ അനുസരണം ദൈവത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. ആ അളവ് സർക്കാരിനെ നൽകുവാൻ, രാജാവിന് നൽകുവാൻ ദാനിയേൽ റെഡിയല്ല. ദൈവത്തോടുള്ള ബന്ധത്തിൽ കാണിക്കുന്ന വിശ്വസ്തത, ദൈവത്തോടുള്ള ബന്ധത്തിൽ കാണിക്കുന്ന അനുസരണം, ദൈവത്തോടുള്ള ബന്ധത്തിൽ കാണിക്കുന്ന സ്നേഹം, ദൈവസ്നേഹം, ദൈവത്തോട് ബന്ധത്തിൽ കാണിക്കുന്ന ആത്മീയമാകുന്ന കാര്യങ്ങൾ ഒന്നും രാജാവിന് അർഹിക്കുന്നതല്ല എന്നും ഉത്തമ ബോധ്യം ദാനിയേലിന്റെ ഹൃദയത്തിലുണ്ടായി. അത്രയും ഞാൻ ഏറ്റവും ഉന്നതമാണ് വിശ്വസ്ത കാണിക്കുന്ന ദൈവത്തോടാണ്. രാജാവ് അതിൽ നിന്നും ആ നിലയിൽ രാജാവ് യോഗ്യനല്ല, ആ നിലയിൽ എന്നിൽ നിന്നും വിശ്വസ്ത പ്രാപിക്കുവാൻ നോക്കുവാൻ രാജാവ് യോഗ്യനല്ല. ആദ്യകാലം മുതലുള്ള പതിവ് പോലെ ഈ ചലഞ്ചസിൻ്റെ മുൻപിൽ ദൈവത്തിന് മുമ്പാകെ പ്രാർത്ഥിക്കുവാനും നന്ദി പറയുവാനും തുടങ്ങി. അവൻ ചെയ്തു വരുന്ന പോലെ മാളിക മുറിയിൽ കയറി ജനാലകളിൽ യെരൂശലേമിനുള്ള കിളിവാതിൽ തുറന്നിട്ടു. അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജനങ്ങൾക്കറിയാം ഇവൻ എപ്പോൾ പ്രാർത്ഥിക്കാൻ കയറുമെന്നറിയാം. കയറുമ്പോഴെല്ലാം ഈ കിളിവാതിൽ തുറക്കും. കിളിവാതിൽ തുറന്നാൽ ജനത്തിനറിയാം ദാനിയേൽ പ്രാർത്ഥിക്കാൻ കയറിയെന്ന്. ഈ രാജാവിൻ്റെ ഉത്തരവിന് തൻ്റെതായിരിക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നതിനെ ഒരു വിധത്തിലും തടസ്സപ്പെടുത്തുവാൻ, ഒരു വിധത്തിലും മാറ്റിമറിക്കുവാൻ ദാനിയേൽ സമ്മതിച്ചില്ല. മേദ്യരുടെ ആയാലും കൊള്ളാം, പാർശ്വയുടെ ആയാലും കൊള്ളാം, ദാര്യാവേശിൻ്റെ ആയാലും കൊള്ളാം, 100 ചില്ലുവാനും അധ്യക്ഷന്മാരുടെ ആയാലും കൊള്ളാം, ആരുടെ ആയാലും കൊള്ളാം, എൻ്റെ പ്രാർത്ഥന രീതികളോ പ്രാർത്ഥനയുടെ സമയങ്ങളോ എൻ്റെ പ്രാർത്ഥന രീതികളോ ഞാൻ ഇതിൻ്റെ മുമ്പിൽ മാറ്റിമറിക്കാൻ തയ്യാറല്ല എന്ന് ദാനിയേൽ ഹൃദയത്തിനകത്ത് തീരുമാനിച്ചു. അവരുടെ പേപ്പടികളും അവർ പേടിപ്പിക്കുന്നതും അവരെ ഈ നിലയിൽ എന്നെ പേടിപ്പിച്ചാലൊന്നും ഞാൻ എൻ്റെ പ്രാർത്ഥന മാറ്റുവാൻ അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കത്തില്ല. അവൻ എൻ്റെ പ്രാർത്ഥന കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തില്ല. അവൻ ചെയ്തു വരുന്ന പോലെ ദിവസം 3 നേരം അവൻ്റെ പ്രാർത്ഥന അവൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. അതേപോലെ അല്പകാലം ഈ പറയാനുള്ള സമയക്കുറവ് ഞാനിവിടെ നിർത്തുകയാണ്. ദൈവം ഒന്നിച്ചാൽ
അവൻ്റെ പ്രാർത്ഥനാ രീതിയെക്കുറിച്ചും മാളിക മുറിയിൽ കയറുമ്പോൾ എന്തിനാണ് ജനൽ കിളിവാതിൽ തുറക്കുന്നതെന്നൊക്കെ ആയ ചില കാര്യങ്ങൾ ചിന്തിപ്പേണ്ട സമയക്കുറവോട് ഞാൻ ഭാഗം നിർത്തുന്നു. ദൈവം എന്ന് വെച്ചാൽ ഞാൻ ഭാഗം അടുത്ത ആഴ്ച എടുത്തുകൊള്ളാം. അപ്പോൾ നോക്കണം, ഈ ലോകപ്രകാരം ദാനിയേലിന്റെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുവാൻ എന്തെല്ലാം നിയമങ്ങൾ എവിടെല്ലാം ഉണ്ടാക്കിയെടുത്താലും അത് തടസ്സപ്പെടുത്തുവാൻ ദാനിയേൽ അനുവദിച്ചില്ല. ഇന്ന് രാത്രി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ദൈവജനത്തോട് ഞാൻ പറയട്ടെ, നമ്മുടെ ഹൃദയത്തിനകത്ത് അല്പം പോലും പകയും അസൂയയും വരാൻ പാടില്ല. 2, നമ്മെ ദൈവമാക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമുക്ക് വിശ്വസ്തരായി നമ്മുടെ വേല ചെയ്യാം. അങ്ങനെയാണ് പറയുന്നത്, യേശുവും ദൈവഭക്തൊക്കെ വിശ്വസ്തനായിരുന്നു പോലെ തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനായിരുന്നു എന്ന് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു. വിശ്വസ്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെ ദൈവം എവിടെയാക്കുന്നുവോ അവിടെ നമുക്ക് വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. മറ്റൊന്ന്, നമുക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും നമ്മളെ ഒറ്റപ്പെടുത്തിയാലും നാണം കെടുത്തിയാലും ഏതെല്ലാം പദ്ധതികൾ തയ്യാറാക്കിയാലും നാം പ്രതികരിക്കരുത്. കാരണം ദൈവവചനം പറയുന്നു, ഭക്തിയോട് ജീവിക്കുന്നവർക്ക് ഉപദ്രവമുണ്ടാകും. നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ സന്തോഷിപ്പീൻ, നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട്. മറ്റൊന്ന്, ഈ ലോകപ്രകാരം പല നിലകളിൽ നമ്മളെ കൊടുക്കുവാൻ നോക്കുമ്പോൾ നമ്മളൊന്നും അറിയാത്തവരായി ജീവിക്കുകയാണ്. എന്നിതെല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. അതിനകത്ത് നിന്നൊക്കെ നമ്മളെ വിടുവിച്ച് ഇതുവരെ കൊണ്ടെത്തിച്ചു. പല നിലകളിലും ശത്രു നമ്മെ പൂട്ടുവാൻ, നമ്മളെ നാണം കെടുത്തുവാൻ, നമ്മളെ ഏത് വിധേനയും ഒന്ന് നഷ്ടപ്പെടുത്താനൊക്കെ നോക്കിയ സന്ദർഭങ്ങളിൽ അതൊന്നും നമ്മളെ തൊട്ടിട്ടില്ല. തൊടാതെ ദൈവം മാറ്റി മറിച്ച് നമ്മെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചു. അതുകൊണ്ട് നമ്മുടെ വിശ്വസ്തതയ്ക്കെതിരെ ഏതെല്ലാം ചലഞ്ചസുകൾ ഉയർന്നാലും, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ തടസ്സപ്പെടുത്തുവാൻ ആരെല്ലാം എവിടെല്ലാം ഉയർന്നാലും അതിനൊരിക്കലും നമ്മൾ സമ്മതിക്കല്ലേ. പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് മുന്നേറാം. പ്രാർത്ഥിക്കുന്ന ഭക്തന് മുമ്പിൽ ലോകം മുട്ടുകുത്തും, പ്രാർത്ഥിക്കുന്ന ഭക്തന് മുമ്പിൽ ലോകം വിറയ്ക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരന്മാരെ, ദൈവദാസന്മാരെ, നമ്മുടെ പ്രാർത്ഥന ഒട്ടും കുറയ്ക്കല്ലേ. നമ്മൾ പ്രാർത്ഥിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന, നിയമിച്ചിരിക്കുന്ന സമയങ്ങളിൽ ശക്തരായി നമുക്ക് പ്രാർത്ഥിച്ച് മുന്നേറുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.